എല്ലാ സംരംഭങ്ങളിലും സംരംഭകൻ ആണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. അപ്പം സംരംഭകൻ്റെ ഒരു ദിവസം, 1 ഡേ ഓഫ് ആൻ എൻ്റർപ്രണർ എന്ന നമ്മളൊരു തീമുണ്ട്. എങ്ങനെ പറയാൻ പറ്റും ഒരു ദിവസം എങ്ങനെയൊക്കെ ആണ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് എന്ന് പറയാം? നമ്മൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ച പോലെ നമ്മുടെ ഓഫീസ് ടൈമിംഗ് സാധാരണ ഒരു ചെറിയൊരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ടൈമിംഗ് തന്നെയാണ്. പക്ഷേ എങ്കിലും എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഒരു 7-7:15 ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിൻ്റെ സർവൻ്റ് നേരത്തെ വരും. അവർ ഈ സ്റ്റാഫിൻ്റെ ഇടയിൽ കിടന്ന് ഗ്ലാസും മറ്റുമൊക്കെ അല്ലെ നമ്മൾ യൂസ്, അവിടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വരുന്നത്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും, അപകടങ്ങൾ ഉണ്ടാവരുത്. സ്റ്റാഫ് വരുമ്പോൾ ക്ലീൻ ആയിരിക്കണം സ്പേസ്, അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാനും 7 മണിയാകുമ്പോഴേക്കും വരും. ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞാൻ അന്നത്തെ വർക്കിൻ്റെ പ്ലാന്, എന്താ പ്രൊഡക്ഷൻ വരേണ്ടത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ ലിമിറ്റഡ് ടൈം, ഈ 8-9 മണിക്കൂറേ നമ്മൾ ഇവിടെ ഉള്ളൂ. അതിൽ ഇവർക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് അവർ 1 hour ഉണ്ടാവും. ഒരു 4 മണി വരെ ശരിക്കും അവരെല്ലാവരും എൻഗേജ്ഡ് ആണ്. അതിന് നെക്സ്റ്റ് ഡേ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നാളെ മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരുമോ, അങ്ങനെയും ഒരു 6-6:30 വരെയുള്ള ജോബ് ഇതിനകത്തുണ്ട്. പിന്നെ റീറ്റെയിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിങ് മാത്രമല്ല, അതിന് മാത്രം നമ്മളൊരു സ്റ്റാഫിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി രാവിലെ വന്ന വൈകുന്നേരം വരെ ആ ജോബുകൾ മാത്രം ഹാൻഡിൽ ചെയ്യും. അതും വിമൻസ് കോളേജിലും മറ്റും കുറച്ച് ക്രാഫ്റ്റ് സെക്ഷനിലൊക്കെ കുറച്ച് വർക്കുകളുണ്ട്. അങ്ങനെ ലിമിറ്റഡ് ക്ലയൻസിനെ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം അവരെ സപ്പോർട്ട് പിന്നെ നമ്മുടെ രാമകൃഷ്ണ ആശ്രമം, ശാന്തിഗിരി, അങ്ങനത്തെ കുറച്ച് ക്ലയൻസ് ഉണ്ട്. ആശ്രമത്തിലെ വർക്ക് ഫുള്ള് നമ്മളാ ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് ഒരു വർക്ക് പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത്. കൂടുതൽ ഓവർ ടൈം വെക്കാറില്ലേ സാർ, കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓണത്തിനൊന്നും ആരും ഇങ്ങനത്തെ ഒരു സ്ഥാപനം അധിക ദിവസങ്ങളൊന്നും അടച്ചിടാറില്ല. പക്ഷെ ഞാൻ എല്ലാ വർഷവും ഇവർക്ക് 7 ദിവസം അവധി കൊടുക്കും. കാരണം പക്ഷെ ഞാൻ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യിപ്പിക്കും. അതിന് മുമ്പ് എൻ്റെ ക്ലയന്റിന് എത്തേണ്ട എല്ലാ സാധനവും എത്തിച്ച് അവരും സന്തോഷമായിട്ട് പോട്ടെ, നമുക്കും സന്തോഷമായിരുന്നുണ്ട്. ആ ഒരു സമയം നമുക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റും. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ 5-6 വർഷമായിട്ട് കറക്റ്റ് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആദ്യത്തെ കുറച്ച് പാളിച്ചകൾ ഉണ്ടായിരുന്നു നമുക്കറിയാത്തത് കൊണ്ട്. ഇപ്പം മനസ്സിലാക്കിയത് കൊണ്ട്, അതായത് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്ത് തന്നെ പോകും. അങ്ങനെ പർച്ചേസ് ആണെങ്കിലും എല്ലാം അങ്ങനെ മീറ്റ് ചെയ്തൊക്കെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ശരി.